മരണം ഒരു രംഗബോധമില്ലാത്ത കോമാളിയാണെന്ന് പലപ്പോഴും പറയാറുണ്ട്. എപ്പോഴാണ് എവിടെ വെച്ചാണ് അത് നമ്മളെ പിടികൂടുക എന്ന് ആർക്കും അറിയില്ല. ഇവിടെ വെറും 24 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരനെ വിധി കവർന്നെടുത്തത് അങ്ങേയറ്റം ക്രൂരമായാണ്. ആ ചെറുപ്പക്കാരൻ്റെ മാതാപിതാക്കളുടെ കാര്യം ആലോചിക്കാൻ പോലും വയ്യ. ആലപ്പുഴ കണ്ടല്ലൂർ പുതിയാവിള പുതുവൽ വീട്ടിൽ പ്രകാശിന്റെ മകൻ ഗിരിപ്രകാശിന്റെ മരണം ആ നാടിനെ ഒന്നടങ്കം ഞെട്ടിച്ചിരിക്കുകയാണ്. കൂലിപ്പണിക്കാരനായ പ്രകാശിനും ഭാര്യ ലതികയ്ക്കും 2 ആൺമക്കളായിരുന്നു. വർഷങ്ങൾക്ക് മുൻപ് മൂത്ത മകന്റെ ജീവനെടുത്തുകൊണ്ടാണ് വിധി ഇവരെ ആദ്യം പരീക്ഷിക്കുന്നത്. കായലിൽ കക്കവാരുന്നതിനിടയിൽ മൂത്ത മകനായ ഹരിപ്രകാശ് മുങ്ങി മരിക്കുകയായിരുന്നു. ആ മകന്റെ ഓർമ്മകളിൽ നിന്നും ആ വലിയ വേദനയിൽ നിന്നും ആ മാതാപിതാക്കൾ ഇന്നും കരകയറിയിട്ടുണ്ടായിരുന്നില്ല. അവരുടെ പിന്നീടുള്ള ഏക ആശ്വാസം എന്ന് പറയുന്നത് ഇളയ മകനായ ഗിരിപ്രകാശായിരുന്നു. തങ്ങളുടെ കഷ്ടപ്പാടുകൾ തീർക്കാൻ കുടുംബത്തെ കരകയറ്റാൻ അവൻ കോഴിക്കോട്ടേക്ക് വണ്ടി കയറുമ്പോൾ ആ മാതാപിതാക്കൾ കരുതിയിരുന്നില്ല അതേ വിധി മറ്റൊരു രൂപത്തിൽ തങ്ങളുടെ 2ാമത്തെ മകനെയും കാത്തിരിക്കുന്നുണ്ടെന്ന്. കോഴിക്കോട് സരോവരത്ത് കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് 12 മണിയോടുകൂടിയാണ് അതിദാരുണമായ അപകടം സംഭവിക്കുന്നത്. ഒരു സ്വകാര്യ വാഹന കമ്പനിയിലെ ജീവനക്കാരനായ ഗിരിപ്രകാശും സുഹൃത്തായ അശ്വിനും ചേർന്ന് കോഴിക്കോട് ദേവാല റൂട്ടിലോടുന്ന ഒരു ബസ് റിപ്പയർ ചെയ്യുന്നതിനിടയിലാണ് അപകടം നടന്നത്. ബസ്സിനടിയിൽ കിടന്ന് ഇരുവരും ജോലി ചെയ്യുന്നതിനിടയിൽ ബസ് ഉയർത്തി നിർത്തിയിരുന്ന ജാക്കി പൊടുന്നനെ തെന്നിമാറി ബസ് നിലം പതിക്കുകയായിരുന്നു. 2 പേരും ബസ്സിനടിയിൽ കിടന്ന് ബ്രേക്ക് ലൈനറിന്റെ അറ്റകുറ്റപ്പണി നടത്തുകയായിരുന്നു. പിന്നിലെ ടയറുകൾ ഊരിമാറ്റിയ ശേഷം ജാക്കി ലിവർ ഉപയോഗിച്ചാണ് ബസ് ഉയർത്തി നിർത്തിയിരുന്നത്. തെന്നിമാറിയതോടെ ബസ് ഗിരിപ്രകാശിന്റെ നെഞ്ചിന്റെ ഭാഗത്തേക്കും മറുഭാഗത്തുണ്ടായിരുന്ന കണ്ണൂർ സ്വദേശി അശ്വിൻ എന്നയാളുടെ കാലിന് മുകളിലേക്കുമാണ് പതിച്ചത്. അപകടം നടന്ന ഉടൻ തന്നെ മറ്റു തൊഴിലാളികൾ ഓടിക്കൂടി ബസ് ഉയർത്താനായി ശ്രമിച്ചുവെങ്കിലും ഗിരിപ്രകാശിനെ പുറത്തെടുക്കാനായില്ല. ജാക്കി ലിവറുകൾ ഉപയോഗിച്ച് ബസിന്റെ വശം ഉയർത്തി അശ്വിനെ ആശുപത്രിയിലേക്ക് മാറ്റി. ഒടുവിൽ ഫയർഫോഴ്സ് ഹൈഡ്രോളിക് റെസ്ക്യൂ ഉപകരണം ഉപയോഗിച്ച് ബസ് ഉയർത്തിയാണ് ഗിരിപ്രസാദിനെ പുറത്തെടുത്തത്. തുടർന്ന് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിച്ചിരുന്നു. മണ്ണിന്റെ ബലക്കുറവാണോ ജാക്കി തെന്നാനിടയാക്കിയതെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്. ചതുപ്പ് പ്രദേശത്തിന് സമീപത്താണ് അപകടം നടന്നത്. ഈ ചെറുപ്പക്കാരന്റെ മരണത്തോടെ അവിടെ ഇല്ലാതായത് ഒരു കുടുംബത്തിന്റെ മുഴുവൻ പ്രതീക്ഷകളും സ്വപ്നങ്ങളുമാണ്. ഗുരുതരമായി പരിക്കേറ്റ അശ്വിൻ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിൽ തുടരുകയാണ്. തൊഴിലിടങ്ങളിലെ സുരക്ഷ എത്രത്തോളം പ്രധാനമാണ് എന്നത് ഈ സംഭവം നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു.